തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഇന്നലെ രാവിലെ 11 മണിക്ക് തോട്ടിൽ കാണാതായ ജോയിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. NDRF സംഘവും തിരച്ചിലിനായി ഇറങ്ങും. വിവരങ്ങളുമായി ജിബിൻ JB നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഫലം കണ്ടില്ല. ആ മാലിന്യ കൂമ്പാരത്തിൽ ജീവൻ കയ്യിൽ പിടിച്ച് ഇറങ്ങി ജോലിയെടുത്ത ഒരു തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ നടപടികൾ എങ്ങനെയാണ്? എപ്പോഴാണ് രക്ഷാദൗത്യം പുനരാരംഭിക്കുക? സന്ധ്യ ഇന്നലെ രാത്രി ഏകദേശം 1:30 കൂടിയാണ് ഈ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. താൽക്കാലികമായി അവസാനിക്കുകയും ഇന്ന് രാവിലെ 6 മണിക്ക് ഇത് പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജാണ് ഇന്നലെ രാത്രിയോട് കൂടി നമ്മളെ അറിയിച്ചത്. ഇന്ന് രാവിലെ ഇപ്പോൾ എന്തായാലും ആദ്യം 6 മണിയോട് കൂടി തന്നെ കൃത്യമായി NDRFന്റെ സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തി. NDRFന്റെ സംഘം ഇന്നലെ രാത്രി 12:30 കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവർ ഇവിടെ പരിശോധന നടത്തിയ ശേഷം ഇവിടെ നിന്ന് പിന്മാറുകയായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് അവർ എത്തിയത്. പത്തനംതിട്ടയിൽ നിന്നാണ് ഈ NDRFന്റെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. 30 അംഗ സംഘമാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഈ ഒരു രക്ഷാദൗത്യത്തിൽ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യത്തിന് വേണ്ടി എത്തിയത്. ഇന്നലെ ഇവർ NDRF എത്തുന്ന സമയത്ത് തന്നെ ഈ ജെൻ റോബോട്ടിക്സിൻ്റെ, അതായത് കേരള സംസ്ഥാന സർക്കാർ 2017 ടെക്നോ പാർക്കിൽ ആരംഭിച്ച ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പിൽ നിന്നാണ് 2 റോബോട്ടുകളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നലെ രാത്രി പരിശോധന നടത്തിയത്. ആദ്യഘട്ടമായി, അതായത് ഈ ജോയിയെ കാണാതെ സ്ഥലത്ത് നിന്ന് 50 മീറ്റർ മാറിയുള്ള 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള മാൻഹോളിലേക്ക് ഈ റോബോട്ടിനെ ഇറക്കിക്കൊണ്ട് അവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്നലെ രാത്രി 8:30 കൂടി ആരംഭിച്ചത്. അതിൻ്റെ ഫലമായി തന്നെ അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ കുറച്ച് മാറ്റുന്നതിനും ഈ ജലം ഒഴുകി പോകുന്നതിനുള്ള തടസ്സം നീക്കുന്നതിനും സാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രി ഏകദേശം 12:30 കൂടി 2ാമത്തെ റോബോട്ട് എത്തിയത്. ഈ 2ാമത്തെ റോബോട്ടിലാണ് ഈ ക്യാമറ ഘടിപ്പിച്ചുള്ള സംവിധാനം ഉണ്ടായിരുന്നത്. ആ റോബോട്ടിനെ ഇന്ന് രാവിലെ, അതായത് ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചെങ്കിലും ഇവിടെ നിന്ന് അതിനെ ഇറക്കിക്കൊണ്ട് ഈ കാണുന്ന ജലാശയത്തിലേക്ക്, ഇവിടെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ ഈ ഒരു അകത്തേക്ക് ഇറക്കിക്കൊണ്ട് അവിടെ നിന്നുള്ള മാലിന്യങ്ങളുടെ അകത്തേക്കുള്ള ഈ ടണലിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കുന്നതിന് ഇന്നലെ രാത്രി സാധിച്ചിരുന്നില്ല. ഈ വെളിച്ചത്തിൻ്റെ കുറവ് മൂലമൊക്കെയാണ് ഇന്നലെ രാത്രി ഈ ഒരു രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. ഇന്ന് രാവിലെയോട് കൂടി എന്തായാലും 6 മണിക്ക് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 6 മണിയോട് കൂടി തന്നെ NDRFന്റെ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ അവർ പിൻവാങ്ങിയത്. അവർ 6:30 കൂടി, കൃത്യം 6:30 കൂടി തന്നെ ഈ 30 അംഗ സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. NDRF സംഘം ആദ്യം എത്തിയതിന് ശേഷം ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇന്ന് നടത്താൻ പോവുക എന്നാണ് NDRF സംഘം അറിയിച്ചിരിക്കുന്നത്. അതായത് NDRFന്റെയും സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ഈ റോബോട്ടുകളെയും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇന്ന് രാവിലെയോട് കൂടി ഇവിടെ പുനരാരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തുന്ന ഈ ദൗത്യ സംഘം ഈ റോബോട്ടുകൾ, അതായത് ഇന്നലെ ഇവിടെ എത്തിച്ച് ഈ ജെൻ റോബോട്ടിക്സിൻ്റെ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള റോബോട്ടിനെ ഇതിലേക്ക് ഇറക്കി, ജലാശയത്തിലേക്ക് ഇറക്കി ടണലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച ശേഷം ഇവിടെയുള്ള മാലിന്യത്തിൻ്റെ അളവും അതുപോലെ തന്നെ ഒരാൾക്ക് ഇതിനേക്ക് രക്ഷാദൗത്യത്തിനായി ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും സ്കൂബ ഡൈവിംഗ് സംഘവും NDRF സംഘവും ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ രാവിലെ കൃത്യം 10:30 കൂടിയാണ് ഈ ആമയിഴഞ്ചാൻ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി താൽക്കാലിക തൊഴിലാളിയായിട്ടുള്ള ജോയി ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇതിനിടെയാണ് ഇന്നലെ രാവിലെയോട് കൂടി തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത കനത്ത മഴയുടെ ഭാഗമായി ജലം ഇതിലേക്ക് ഇരച്ചെത്തുകയും ജോയി അതിൽപ്പെട്ട് മുങ്ങി താഴുകയും ചെയ്യുന്നത്. ആ സമയം മുതൽ തന്നെ, അതായത് 10:30 ജോയിയെ കാണാതാകുന്നു. കൃത്യം 11 മണിയോട് കൂടി തന്നെ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യം ആരംഭിക്കുന്നു. രാത്രി 1:30 മണി വരെ ആ ഒരു ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സിൻ്റെയും സ്കൂബ ഡൈവിംഗിൻ്റെയും ജെൻ റോബോട്ടിക്സിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം വലിയ രീതിയിൽ പരിശ്രമിക്കുന്നു. ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ പൂർണ്ണമായി ഒന്നിനും ഫലം കാണാതെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ 6 മണിക്കാണ് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും 6 മണിക്ക് തന്നെ NDRFന്റെ സംഘമെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യം 6:30 തന്നെ ഈ 30 അംഗ NDRF സംഘവും അതുപോലെ ഈ റോബോട്ടുകളും സ്കൂബ ഡൈവിംഗ് സംഘവും ഫയർഫോഴ്സും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ 6:30 കൂടി തന്നെ എന്തായാലും പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക ഈ റോബോട്ടിൻ്റെ സാധ്യതകൾ തന്നെയായിരിക്കും. എങ്ങനെയാണ് ഈ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തുരങ്കത്തിനുള്ളിലേക്ക് കയറാമെന്നുള്ള ഒരു കാര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവർ പരിശോധിക്കുക. റോബോട്ടിനെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്തുള്ള 1ാമത്തെ പ്ലാറ്റ്ഫോമിന് മുൻവശത്തുള്ള ഈ ടണലിനുള്ളിലേക്ക് റോബോട്ടുകൾ പ്രവേശിക്കും. അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ ഇന്നലെ 30 മീറ്റർ വരെ ഉള്ളിലേക്കുള്ള മാലിന്യങ്ങൾ ഇന്നലെ സ്കൂബ ഡൈവിംഗ് സംഘവും
ഫയർഫോഴ്സ് അധികൃതരും ശുചീകരണ തൊഴിലാളികളും ചേർന്ന് 30 മീറ്ററോളം ഉള്ളിലേക്കുള്ള മാലിന്യങ്ങൾ ഏറെക്കുറെ മാറ്റാൻ അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരെയായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ ഒരു റോബോട്ടിനെ ഇറക്കുക. ഈ റോബോട്ടിനെ ഇറക്കി തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച അതിൻ്റെ അകത്ത് നിന്ന് അത് ദൗത്യ സംഘത്തിന് അതിനകത്തേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ കാണുന്ന ടണൽ വഴി റോബോട്ടിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. റോബോട്ടിനെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ദൃശ്യങ്ങൾ ആദ്യം പരിശോധിക്കാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കും. അതുമാത്രമല്ല ഈ ഒരു ക്യാമറ മാത്രമല്ല ഈ ഒരു റോബോട്ടിൽ ഇതിനകത്തേക്ക് എന്തെങ്കിലും മനുഷ്യർക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും വിഷവാതകങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തരും. കാര്യം മാലിന്യങ്ങൾ നിറങ്ങി കിടക്കുന്നതാണ്. വർഷങ്ങൾ കൊണ്ടുള്ള മാലിന്യങ്ങൾ ഈ ടണലിൽ നിറങ്ങി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് വിഷവാതകം എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഈ റോബോട്ടിനെ ഈ മനുഷ്യർക്ക്, അതായത് NDRF സംഘവും സ്കൂബ ഡൈവിംഗ് സംഘവും ഒക്കെ തന്നെ ഇവിടെ പരിശോധിക്കുന്നത്. ഇന്നലെ പ്രധാനമായിട്ടും 3 സാധ്യതകളാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും പരിശോധിച്ചത്. അതായത് ഈ റെയിൽവേ സ്റ്റേഷനകത്തുള്ള 1ാമത്തെ പ്ലാറ്റ്ഫോമിന് മുന്നിൽ നിന്ന് ഈ ജോയി ഇവിടെ നിന്ന് അകപ്പെടുന്നു. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോളിൽ അവിടെ ഒരു തടയണ മുൻപ് തന്നെ ഈ റെയിൽവേയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് മാലിന്യങ്ങൾ മുഴുവനായിട്ട് പുറത്തേക്ക് പോകാതെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിൽ ഒരു താൽക്കാലിക തടയണ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും കാരണവശാൽ ജോയി അകപ്പെട്ടേക്കാം എന്നുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് വളരെ വൈകുന്നേരത്തോടു കൂടി തന്നെ അവിടെ തിരച്ചിൽ ആരംഭിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് റെയിൽവേയുടെ കൂടെ സഹായം തേടി. കാരണം ഈ 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമിന് മധ്യത്തിലായിട്ടാണ് ഈ മാൻഹോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ എപ്പോഴും വരുന്ന സ്ഥലമാണ്. അവിടെ പരിശോധനയ്ക്കൊക്കെ തന്നെ വളരെയധികം പരിമിതികളുണ്ട്. അതുകൊണ്ടാണ്